മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം UDF ആണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. 14 ദിവസത്തിനകം പ്രമേയം ചർച്ചയ്ക്കെടുക്കണം. നിലവിൽ ഇരുമുന്നണിക്കും 10 വീതം അംഗങ്ങളാണുള്ളത്. ഇടതുമുന്നണിയിലെ ചില അംഗങ്ങൾ PV അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അഷ്കർ തുടരുന്നുണ്ട്. അഷ്കർ, ഇതിപ്പോൾ അൻവറിന്റെ പിന്തുണയോടെയാണല്ലേ അവിശ്വാസ പ്രമേയ നീക്കം? ശ്രുതി, 20 അംഗങ്ങളുള്ള ചുങ്കത്തറ പഞ്ചായത്തിൽ 10 വീതമാണ് ഇരു കക്ഷികൾക്കും ഉണ്ടായിരുന്നത്. തുടർന്ന് ആദ്യഘട്ടത്തിലെ നറുക്കെടുപ്പിലൂടെ തന്നെ UDF അവിടെ അധികാരം പിടിക്കുന്ന സാഹചര്യമുണ്ടായി. പ്രസിഡന്റ് സ്ഥാനത്തേക്കും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും UDF ആണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ 1.5 വർഷം മുമ്പ് UDF-നുണ്ടായിരുന്ന ഒരു സ്വതന്ത്ര LDF-നെ പിന്തുണയ്ക്കുകയും അവിടെ അവിശ്വാസ പ്രമേയം പാസ്സായി LDF ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ആ സാഹചര്യമാണ് തുടരുന്നത്. LDF ആണ് ചുങ്കത്തറ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പിന്നീട് ഈ കാലം മാറിയ അല്ലെങ്കിൽ മുന്നണി മാറിയ മെമ്പർ അസാധുവാക്കുകയും അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വീണ്ടും UDF-നെ പ്രതിനിധി ജയിക്കുകയും ചെയ്തതോടെ വീണ്ടും UDF-ഉം LDF-ഉം അവിടെ തുല്യ കക്ഷികളാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 10 വീതമാണ് ഇരു വിഭാഗത്തിനും ഉണ്ടായിരുന്നത്. അതിന് തൊട്ട് പിന്നാലെയാണ് അവിടെ LDF-ന്റെ ഭാഗമായുള്ള ഒരു പഞ്ചായത്ത് അംഗം PV അൻവറിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ആ PV അൻവറിന്റെ നേതൃത്വത്തിൽ തന്നെ ആ PV അൻവറിനോട് സപ്പോർട്ട് കൂടി തന്നെ UDF നേതൃത്വം ഇവിടെ ഇപ്പോൾ അവിശ്വാസ പ്രമേയത്തിന് കത്ത് നൽകുകയും ചെയ്തിരിക്കുന്നത്. 14 ദിവസത്തിനകം പരിഗണിക്കാനാണ് ഇപ്പോൾ അവിശ്വാസ പ്രമേയത്തിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും PV അൻവറിനൊപ്പമുള്ള LDF-ലെ അംഗം UDF-നെ പിന്തുണയ്ക്കുകയാണെങ്കിൽ അവിടെ UDF-ന് അവിശ്വാസ പ്രമേയം പാസ്സാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ പരമാർത്ഥത്തിന് പിന്നാലെ തന്നെ അൻവറിന്റെ പിന്തുണയോടുകൂടി ഒരു പഞ്ചായത്ത് കൂടി UDF പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. എന്തായാലും 14 ദിവസത്തിനകം തന്നെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കും. അങ്ങനെയെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മണ്ഡലം കൂടിയാണ്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുന്നോടി തന്നെ LDF ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് UDF പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ശ്രുതി. ഓക്കെ, അഷ്കർ അലി കരിബയാണ് വിശദാംശങ്ങൾ നൽകിയത്.